അതെ, ഗ്രൂപ്പിൽ എന്തായാലും കയറാറുണ്ട്. അതൊക്കെ ഒരു സന്തോഷമല്ലേ. പിന്നെ ഫാമിലി എന്ന് പറയുന്നത് ചേട്ടൻ ടൈലറിംഗ് ഷോപ്പാണ്, 2 പെൺകുട്ടികൾ. മൂത്തയാൾ MSc കഴിഞ്ഞ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സും കഴിഞ്ഞിട്ട് കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്നു. ഒരാൾ BCom കഴിഞ്ഞിട്ട് MBAക്ക് അഡ്മിഷൻ ആണ്. പിന്നെ വയസ്സായ ഒരു അമ്മയുണ്ട്, ആള് വീണ് കാല് വയ്യാണ്ടായി വാക്കുകൾ നടക്കുന്നു. അപ്പോൾ ആളിട്ടേച്ച് ഇപ്പം വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. കുറേ നാളൊക്കെ ഇങ്ങനെ ഓരോ ഓഫീസുകളിൽ കൂടെ വർക്ക് ചെയ്തുകൊണ്ടാണ് നടന്നത്. പിന്നെ ഒരു താങ്ക്സ് പറയട്ടെ എല്ലാവരോടും. എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ ഒരു കൂട്ടുകാരിയുടെ മകൾ ആക്സിഡൻ്റ് ആയിട്ട് കിടന്നപ്പോൾ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടു. അറിഞ്ഞും അറിയാതെയും സഹായിച്ച എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് പറയുന്നു. ആശ കേട്ടതേ തന്നെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇനിയും നമുക്കിങ്ങനെ കാണാനുള്ള ഒരു അവസരം തരുവാൻ അനുഗ്രഹിക്കട്ടെ. എന്റെ പേര് ഷിജ. ഞാൻ ഷിജ എന്നാണ് പേര്. എല്ലാവരും ഷിജ എന്നാണ് വിളിച്ചിരുന്നത്. അത് പാടില്ല, ഷിജയാണ്. എന്റെ പിള്ളേര് എന്നെ കേട്ടപ്പോ ഷിജ എന്ന് വിളിക്കണേ, ഷിജ എന്നല്ലേ വിളിക്കട്ടെ എന്ന് പിള്ളേര് പറഞ്ഞു. പിന്നെ ഇന്നലെ ഞാൻ ഇങ്ങോട്ട് പോരാനുള്ള ഇതിൽ അളിക്കും പ്രാർത്ഥന ചെയ്തപ്പോ തെറ്റിപ്പോയി. അപ്പൊ ഹസ്ബൻഡ് ചോദിച്ചു, നീ ഒന്ന് ശങ്കരേന്ന് ഇങ്ങോട്ട് വായോ, ഇവിടെ ആദ്യം അതാ പ്രാർത്ഥന തെറ്റണേന്ന് എന്ന് പറഞ്ഞു. അത് ശരിയായിരുന്നു. ഞാൻ നാളത്തെ കാര്യം എങ്ങനെ ചിന്തിച്ചിരിക്കുന്നു. പക്ഷെ അവരോട് പറയാൻ പറ്റില്ലല്ലോ, ഞാൻ നല്ല ഭക്തിയായിട്ട് ചെല്ലാറുണ്ട്. ഇന്നത്തെ അനുഭവം നല്ല രസമായിരുന്നു. പിന്നെ എന്താ എല്ലാവരായിട്ട് നല്ലോണം വർത്താനൊക്കെ പറഞ്ഞു. നല്ല അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ രസമല്ലേ, അതൊക്കെ മനസ്സിലാക്കാനുള്ള ഇതില്ലേ നമുക്കൊക്കെ. പിന്നെ എല്ലാവരെയും കാണാൻ പറ്റി. അതിന്റെ കോർഡിനേഷൻ നല്ലതായിരുന്നു. ഫുഡാണെങ്കിൽ നല്ല സൂപ്പർ ഫുഡായിരുന്നു. ശ്രീലേഖിന് നല്ല വലിയ കഴിച്ചു കൊടുക്കണം. എന്റെ പിള്ളേര് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്നോട് വിളിച്ചു ചോദിക്കാണ്, അമ്മയ്ക്ക് ഫ്രണ്ട്സ് ഇല്ലേ അവിടെ, അമ്മ ഓക്കെ അല്ലേ എന്ന് ചോദിക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഹാപ്പിയാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഫോട്ടോയിൽ കാണുമ്പോ അവർക്ക് മനസ്സിലാവും. ഓക്കെ. എന്റെ പേര് മാർട്ടിൻ തോമസ്. 2 മാർട്ടിന്മാരുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ, Q3. പിന്നെ എൻ്റെ പേര് മാർട്ടിൻ. പിന്നെ ഞാൻ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ഓഫീസിൽ വർക്ക് ചെയ്യണം. വൈഫ് ഡിസ്റ്റിൽ വർക്ക് ചെയ്യണം, ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ലൈബ്രറിയനാണ്. 2 കുട്ടികൾ. മൂത്ത ആള് ഡിഗ്രി കഴിഞ്ഞു, ഇപ്പോൾ CAക്ക് പഠിക്കാൻ പോകുന്നു. പിന്നെ രണ്ടാമത്തെ ആള് BSc സൈക്കോളജി ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുന്നു. പിന്നെ കഴിഞ്ഞ ഗെറ്റ് ടുഗദറിന് ഞാൻ വന്നിരുന്നു. ആശിഷത്തിന്റെ മോളുടെ കല്യാണത്തിനുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ഞാൻ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്, അത് എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ ഷൈജുമായിട്ടൊക്കെ ഇടയ്ക്ക് കോണ്ടാക്ട് ഉണ്ട്. ഷൈജുവിന് ഞാനൊരു വലിയ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. പക്ഷേ ഇന്നത്തെ മീറ്റിങ്ങിൽ പറഞ്ഞില്ല, അതിലൊരു വിഷമമുണ്ട്. ഷൈജു എന്ന് പറഞ്ഞോളൂ. അല്ല, ഷൈജു തന്നെ ഒരു ദിവസം വിളിക്കാണ്, അർജന്റായിട്ടൊരു കാര്യം വേണം, റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി വന്നു. അപ്പൊ ഞാൻ ചെന്നു. അപ്പൊ പുള്ളിക്ക് തറവാട്ടിൽ നിന്ന് ഒരു ചക്കയിട്ട് പുള്ളിക്ക് കോട്ടയത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്തു. അതാണ് കോമഡി ആയിട്ട് പറഞ്ഞത്. പിന്നെ ഇവിടെ വരാൻ പറ്റിയതിൽ സന്തോഷം, എല്ലാവരെയും കാണാൻ പറ്റിയതിൽ സന്തോഷം. ഇനിയും നമുക്ക് കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ. ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ് താമസം. ഹസ്ബൻഡിന് അവിടെ ഒരു ഷോപ്പാണ്, ഓഫീസ് സ്റ്റേഷനറി ഷോപ്പാണ്, മെഡിക്കൽ കോളേജിനടുത്താണ്. എനിക്ക് 2 മക്കള്. മൂത്താള് ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നു, ഇടയാള് BTech 3rd year അവിടെ തന്നെ. ഇപ്പൊ നാളെ എക്സാം കഴിഞ്ഞ 4th yearലോട്ടായി. അത്രയാണ് എൻ്റെ പരിചയപ്പെടുത്താനായിട്ടുള്ളൂ. പിന്നെ ഇന്നത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, ഞാൻ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഫ്രണ്ട്ഷിപ്പിനെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാർക്ക് പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീട്ടിൽ പെരുമ്പാവൂർ വന്നു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി ഇറങ്ങും. ഒന്നെങ്കിൽ പ്രീത വീട്ടിലുള്ളപ്പോഴാണെങ്കിൽ പ്രീതയുടെ വീട്ടിൽ, ഞങ്ങളുടെ കൂടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് റെജി, അവളുടെ വീട്ടിൽ, അല്ലെങ്കിൽ ലക്ഷ്മിയെ കാണാൻ, അല്ലെങ്കിൽ 10th ബാച്ചിലെ ഫ്രണ്ട്സിനെ കാണാൻ, ആരെങ്കിലും ഒക്കെ കാണാനാകുമ്പോൾ എപ്പോഴും ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ.
എപ്പോഴെങ്കിലും ഞാൻ വീട്ടിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചേട്ടത്തി എനിക്ക് ഇത്തവണ എന്ത് പറ്റി നിനക്ക് ആരെയും കാണാൻ പോകാനില്ലേ, എന്താ ഇത്തവണ പ്രശ്നം എന്നാണ് ചോദിക്കാറ്. അപ്പോൾ ഓരോ തവണയും ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ വരുന്നത് ആരെങ്കിലുമൊക്കെ കാണാൻ ഉദ്ദേശിച്ച് തന്നെയായിരിക്കും. തിരുവനന്തപുരത്ത് നിന്ന് വരവ് എൻ്റെ വളരെ കുറവായിരുന്നു. ഇപ്പോഴാണ് കുറച്ചും കൂടി അടുപ്പിച്ച് വരുന്നത്. കാരണം അമ്മ അവിടെ സുഖമില്ലാതിരിക്കുന്നു, അച്ഛനെ ഇവിടെ വയ്യാതിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛനെ കാണാനാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഇങ്ങനെയൊരു പരിപാടി കൂടി കമ്പൈൻ ചെയ്ത് വരും. ഇപ്പോൾ എന്തെങ്കിലും ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടാവും, ഒരു ഹൗസ് വാമിംഗ് ഉണ്ടാവും, ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാവും, എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണ് എപ്പോഴും വരിക. അപ്പോൾ വരുന്ന കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കും പോകുന്നത്. സ്കൂളിലെ ഫ്രണ്ട്സിനെ ആയിരിക്കാം, കോളേജിലെ ഫ്രണ്ട്സിനെ ആരെങ്കിലുമൊക്കെ കാണാനുണ്ടാവും. എപ്പോഴും ഒരു ഇതും കൂടി വരാറുണ്ട്. 2009 വന്നത് അന്നായിരുന്നു ശരിക്കും ആ ഒരു ഗെറ്റ് ടുഗദർ എന്നുള്ളതിൻ്റെ ആ ഒരു രസം അറിഞ്ഞത്. അന്ന് വന്നപ്പോഴാണ് ഒരുപാട് കാലം കൂടി ഒരുപാട് പേര് ഒന്നിച്ച് കാണുന്നത്. അതുവരെ എല്ലാവരും അവരവരുടെ എന്താ ലൈഫിലേക്കുള്ള സ്ട്രഗ്ലിംഗ് സ്റ്റേജാണ്, അവർ ഓരോ ഇതിലെത്തിപ്പെടാനുള്ള സ്റ്റേജ്. അങ്ങനെ ആരെയും കാണാറില്ല. ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അന്ന് സെൽഫോണൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ മൊബൈലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാവരുമായിട്ട് കോൺടാക്ട്സ് ഉണ്ട്. എല്ലാവരെയും കാണുമ്പോൾ എല്ലാം അകൽച്ച അത്രയും ഫീൽ ചെയ്യുന്നില്ല. ഫോട്ടോസ് ഇടുന്നവരെയൊക്കെ മിക്കവാറും തന്നെ എപ്പോഴും തിരിച്ചറിയും. എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുന്നവർ നമ്മളെപ്പോഴും തിരിച്ചറിയും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്ന് മെസ്സേജ് ഇടുക. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടായി, നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതൊന്ന് സ്റ്റേറ്റസ് ഇടുക, അല്ലെങ്കിൽ അതൊന്ന് ഗ്രൂപ്പിലിടുക. വേറെ ഒന്നും വിചാരിക്കേണ്ട, എല്ലാവരും കാണും, അറിയും. അതൊരു സന്തോഷമാണ്. മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അച്ചീവ്മെന്റ് ഉണ്ടായെങ്കിൽ അതൊക്കെ ഗ്രൂപ്പിലിടുക. കാണാൻ രസമാണ്. വർഷത്തിൽ ഒരു തവണയെന്നല്ല, കാണാൻ കിട്ടുമ്പോഴെല്ലാം ചാൻസ് കിട്ടുമ്പോഴെല്ലാം കാണുക. എത്രത്തോളം കാണാൻ പറ്റും വർഷത്തിലൊരിക്കൽ പ്ലാൻ ചെയ്യുക. എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റുന്ന ഒരവസരം പ്ലാൻ ചെയ്യുക. എല്ലാവർക്കും വരാനൊരു നേരത്തെ ഒരു 3-4 മാസം മുന്നേ പറഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് കൂടാൻ സൗകര്യപ്പെട്ടു വരും. അങ്ങനെ കൂടുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി ഒരു കൂട്ടൽ ഇതുപോലെ ഒരു ഗെറ്റ് ടുഗദർ നടത്താൻ പറ്റും. ഇത്തവണ മോള് പറഞ്ഞത് അമ്മ പോകുന്നതൊക്കെ സന്തോഷത്തിലാണ്, ഫ്രണ്ട്സിനെ കാണുമ്പോഴും അമ്മയ്ക്ക് സന്തോഷമാണ്. തിരിച്ചിവിടെ വന്നു കഴിയുമ്പോൾ അമ്മ മൂഡ് ഓഫ് ആവരുത് എന്നാണ്. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് ആരും ഇല്ല, ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു ഫീൽ വരും. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോയ പോലെ തന്നെ തിരിച്ചു വരണം കേട്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 1-2 ദിവസം ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നതിൻ്റെ ഒരു ത്രില്ലുണ്ടാവും, ഫോട്ടോസിൽ അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊക്കെ. അത് കഴിയുമ്പോഴത്തേക്കും ഡെസ്പ് ആവും എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് കോൺടാക്ട് ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം വരും. അതങ്ങനെ ഇന്നത്തെ പ്രോഗ്രാം അടിപൊളിയായി. കാണാതിരുന്ന കുറച്ച് പേര് കാണാൻ കിട്ടി. അവർ സംസാരിച്ചു എന്നുള്ളത് അതിലേറെ സന്തോഷമാണ്. അന്ന് സീനാണത്. പിന്നെ ഫാമിലി ഇല്ലാതിരുന്നത് ഒരു തരത്തിൽ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഈ പറഞ്ഞ മാതിരി കുറച്ച് പേരെ കാണാതിരുന്നവരൊക്കെ സംസാരിക്കാൻ ചാൻസ് കിട്ടിയതുകൊണ്ടാണ്. അല്ലാതെ ഫാമിലി മെമ്പേഴ്സും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവരാരും ഇത്രയും ഓപ്പണായിട്ട് സംസാരിക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു കാര്യത്തിലാണ് അടുത്ത ഗെറ്റ് ടുഗദർ മുതൽ നമുക്ക് ഫാമിലിയെ കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. പക്ഷേ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആര് വരും എനിക്ക് ഉറപ്പ് പറയാൻ വയ്യ. ഇല്ലില്ല, അവർ പങ്കെടുക്കാൻ ചാൻസ് കുറവാണ്. മക്കളൊന്നും ഇവിടെ വരുന്നത് കുറവാണ്, ഹസ്ബൻഡിൻ്റെ കൂടെ വരുന്നത് വളരെ കുറവാണ്. പക്ഷേ ഫുൾ ഫ്രീഡമാണ്. നീ എന്താണെങ്കിലും പോയിക്കോ, എത്ര വേണമെങ്കിലും പോയിക്കോ എന്നുള്ള ഫ്രീഡമാണ്. പക്ഷെ ഒന്നിനും പ്രതീക്ഷിക്കരുത്, കൂടെ പ്രതീക്ഷിക്കരുത്. അപ്പം അതുകൊണ്ട് ഹസ്ബൻഡ് കൂടെ വരാറില്ല. മക്കളെ ചിലപ്പോൾ ഒരാളെ മറ്റോ വരാറുള്ളൂ. മിക്കവാറും ഞാൻ തനിച്ചാണ് വരവും പോക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ ഫ്രണ്ട്സിനെയും കാണാൻ എല്ലാ തവണയും വന്നു പോകുന്നത്. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. വീണ്ടും വീണ്ടും കാണാൻ ഇടയാവട്ടെ എന്നുള്ള സന്തോഷത്തോടെ. ഞാൻ ഹസീന, എല്ലാവർക്കും അറിയാലോ അല്ലേ. എൻ്റെ വീട് നെടുന്തോട്, പെരുമ്പാവൂർ അടുത്താണ്. ഹസ്ബൻഡ് ഇൻകം ടാക്സിൽ വർക്ക് ചെയ്യണു, കാക്കനാട്. 2 ആൺമക്കള്. മൂത്ത മോൻ ജോലിയാണ്, അവനിപ്പോൾ പൂനെയിലാണ്. രണ്ടാമത്തെ മോൻ 11th അമൃത വിദ്യാലയം പെരുമ്പാവൂർ. അതാണ് എൻ്റെ സ്വന്തം വിശേഷം. പിന്നെ ഞാനൊരു ഹോം ബേക്കറാണ്. നിങ്ങളുടെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴിയാണ് അങ്ങനെ ഒരു പരിപാടി തുടങ്ങിയത്. അൽഹംദുലില്ലാ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോണു. എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇതെപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു കൂട്ടായ്മയിൽ നന്ദി പറയുക എന്നുള്ളൊരു കർത്തവ്യം കൂടി എനിക്കുണ്ട്. അപ്പൊ ഈ കൂട്ടത്തിൽ ഞാൻ അതും കൂടെ അങ്ങ് പറയാം. ഇനി രണ്ടാമത് തന്നെ പറയാം. ഗുഡ് ഈവനിങ് ദേവ്. അത് പഠിച്ചിട്ട് കുറവാണ്. അപ്പൊ എന്റെ ലൈഫ് പറയുകയാണെങ്കിൽ നമ്മളെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരും മക്കളുടെ കാര്യങ്ങളിൽ ക്ലീനിങ് ടീച്ചർ ജോബ്
PGDC ചെയ്തു, കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 98 ഞാൻ ടാറ്റയിൽ ജോയിൻ ചെയ്തു. അവിടെ സിസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. 98 മുതൽ 2003 വരെ ടാറ്റയിലുണ്ടായിരുന്നു വിജയം ഓഫീസിൽ. അപ്പോൾ അതിനിടയ്ക്ക് 2000 വിവാഹം കഴിഞ്ഞത്. അതും രാജീവ് മാനേജായിരുന്നു. എൻ്റെ ഒരു അകന്ന ബന്ധമാണ് ഭാര്യ റൂപ. ഞങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ ഷി വാസ് എ ടീച്ചർ ബൈ പ്രൊഫഷൻ. അവളിപ്പോൾ UNDP യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ് അവർ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. വിവാഹം നടക്കുമ്പോൾ മാൽദീവ്സിലായിരുന്നു. വിവാഹത്തിന് ശേഷം അവൾ എൻ്റെ കൂടെ മൂന്നാറിൽ വന്നു. 2000 വിവാഹം കഴിഞ്ഞു. 2003 വരെ നമ്മൾ മൂന്നാറിലായിരുന്നു. 2003 മോൾ ജനിച്ചു, തൃഷ. അവളിപ്പം നെതർലാൻഡ്സിലാണ്. അവൾ 12th കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നെതർലാൻഡ്സിൽ പോയതാണ്. അവൾക്ക് എന്താ പറയുക, ഞാനത് പറയാൻ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ കുട്ടികളെ അവരുടെ ആഗ്രഹം കൂടെ നമ്മൾ കുറച്ച് നോക്കാം. ഞാനത് എൻ്റെ ഒരു പറയാനുണ്ടായിരുന്ന വാക്ക് മോൾക്ക് പറഞ്ഞു, എനിക്ക് എന്താ പറയുക BTech എഞ്ചിനീയറിംഗ് ഒന്നും വേണ്ട, മെഡിസിൻ വേണ്ട. അവൾക്ക് കണക്ക് വലിയ ഇഷ്ടമാണ്, മാത്തമാറ്റിക്സ് വളരെ ഇഷ്ടമാണ്. റൂപ ഇൻഫാക്ട് അവൾ മാത്തമാറ്റിക്സിലായിരുന്നു അവൾ PG ചെയ്തത്, മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. അപ്പോൾ മോളുടെ ജനിച്ചു കഴിഞ്ഞപ്പോൾ രൂപ ഒബ്വിയസ്ലി അവളുടെ ഹൈദരാബാദാണ്. രൂപയുടെ വീട് ഹൈദരാബാദാണ്. അവളുടെ അച്ഛൻ റെയിൽവേയിലായിരുന്നു. അപ്പോൾ അവൾ ഹൈദരാബാദിൽ വന്നു ഡെലിവറി കഴിഞ്ഞിട്ട്. അപ്പോൾ ഹൈദരാബാദിലേക്ക് അവൾക്ക് വീണ്ടും UNDPയിൽ നിന്ന് ഒരു ക്ഷണം കിട്ടി ആഫ്രിക്കയിൽ ടീച്ചറായിട്ട്. അപ്പം ഞാൻ മൂന്നാറിലെ ജോലി ഞാൻ ടെമ്പററി ആയിട്ട് ലീവ് എടുത്ത് ഞാൻ അവളുടെ കൂടെ പോയിരുന്നു, അവിടുത്തെ സൗകര്യങ്ങളും സിറ്റുവേഷനൊക്കെ നോക്കാൻ. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ചില ടേണിംഗ് പോയിന്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ മൂന്നാറിൽ നിന്ന് അവിടെ പോയപ്പം എനിക്ക് അവിടെ ജോലി കിട്ടി. അവിടെ ഒരു ERPയുടെ ഡെവലപ്മെന്റ് ടെക്നിക്കൽ ലീഡായിട്ട് ജോലി കിട്ടി. അപ്പോൾ നമ്മളവിടെ അപ്പോൾ മോൾ നമ്മൾ കൊണ്ടുവരും. മോൾക്ക് അപ്പോൾ 6 മാസം കളിച്ച ഒരു കുട്ടിയാണ് കൊണ്ടുപോയി. അപ്പോൾ 1 വയസ്സ് വരെ മോൾ നമ്മൾ കൊണ്ടുവരുന്നു. ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നാട്ടിൽ കൊണ്ടാക്കി. കുട്ടിയും മോളും നോക്കാനും ജോലിയായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അവൾ കൊണ്ടാക്കി. പിന്നെ കുട്ടിയും നാട്ടിലും നമ്മൾ അവിടെയായിരുന്നു. സോ നമ്മൾ 2005 ആയപ്പോൾ നമ്മൾ കോൺട്രാക്ട് റിന്യൂ ചെയ്തില്ല. ബിക്കോസ് മോൾ നാട്ടിൽ നമ്മൾ വേറെ ദേശത്ത് നിൽക്കുന്ന അർത്ഥമല്ല, ഒരു മോളേക്ക്. അപ്പോൾ നമ്മൾ അവിടുന്ന് ജോലി വേണ്ട വെച്ച് നമ്മൾ ഹൈദരാബാദിൽ വന്നു. അവിടെ വന്നിട്ട് രൂപ ടീച്ചിങ് പ്രൊഫഷനിൽ നിന്ന് നമ്മൾ IT-യിലേക്ക് മാറി. ഷീ ഈസ് എൻ ഇൻസ്ട്രക്ഷൻ ഡിസൈനർ ഉണ്ടാവും. അപ്പോൾ ഞാനും അവിടെ നിന്ന് വന്നിട്ട് ഹൈദരാബാദിൽ എനിക്ക് ജോലി കിട്ടി. വേഗം തിരിച്ചു വന്നവനോട് ജോലി കിട്ടി. ആദ്യം സത്യത്തിലായിരുന്നു. സത്യത്തിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തു, പ്രൂടെക് പൃഥ്വി എന്ന് പറഞ്ഞ കമ്പനിയിൽ. അപ്പോൾ അതാ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയും, നമുക്ക് ജീവിതത്തിൽ ഈശ്വരൻ ഓരോ ചില ക്ലൂ തരുമായിരിക്കും, ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ജീവിതത്തിൽ. അപ്പോൾ അത് നമ്മൾ പറ്റുന്നിടത്തോളം യൂസ് ചെയ്യാം. ട്രൈ ടു ടേക്ക് ചാൻസസ്. ഞാനതാ പറഞ്ഞത്. അപ്പോൾ അവിടെ പോയപ്പോഴാണ് എനിക്ക് ഈ ലൈനിലേക്ക്, ഞാനിപ്പോൾ ഉള്ള ലൈനിലേക്ക് വന്നത്. ഞാനൊരു ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് എൻ്റെ കമ്പനിയിൽ. ഡയറക്ടർ ഫോർ വൺ ഓഫ് ദ ഡിവിഷൻ. ഞാനിപ്പോൾ കറന്റ് വർക്ക് ചെയ്യുന്ന കമ്പനി US ബേസ്ഡ് കമ്പനിയാണ്. എൻ്റെ പേര് പ്രൂടെക് ആണ്. അവർക്ക് മെക്സിക്കോ, US, ദുബായ്, ഇന്ത്യ 4 രാജ്യങ്ങളിൽ ഓപ്പറേഷൻസ് ഉണ്ട്. ഞാൻ പ്രീ സെയിൽസ് ഡിവിഷനിൽ ഡയറക്ടറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പ്യൂർ IT കോഡിംഗ് ഫീൽഡിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എൻ്റെ ഒരു സീറ്റ് പറഞ്ഞത്, നീ ഡോക്യുമെന്റേഷൻ സൈഡിലേക്ക് നീ നോക്കാമോ എന്ന് ചോദിച്ചു. പ്രപ്പോസൽ എഴുതുക, ടെൻഡറുകൾ നോക്കുക, എഗ്രിമെന്റ് നോക്കുക, അതൊക്കെ ട്രൈ ചെയ്യാൻ. അങ്ങനെയാണ് ഞാൻ ഈ ലൈനിലേക്ക് മാറി. അപ്പം ഞാൻ പ്യൂർലി ഡോക്യുമെന്റേഷനാണ് ചെയ്യുന്നത്. എന്താ പറയുക, പ്രൊജക്ട് കിട്ടി ഞാൻ അതിൻ്റെ ഡോക്യുമെന്റേഷൻ, അതിൻ്റെ SRS അങ്ങനെ കുറേ ഉണ്ടോ, അതൊക്കെ നോക്കാൻ എൻ്റെ ജോലി. 2005 ഹൈദരാബാദിലാണ് അവിടെ വീടായി, സെറ്റിലായി. അങ്ങനെ പോകും. മോൾക്ക് ഇപ്പോൾ അവൾ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ അവിടെ തന്നെ നെതർലാൻഡ്സിന്റെ കമ്പനി ജോലി കിട്ടി. ഷി വാസ് അബൌട്ട് ടു ജോയിൻ ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അവിടെ ആംസ്റ്റർഡാം യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയതായിരുന്നു. അപ്പോഴത്തേക്ക് അവൾക്ക് ഇൻഫർ എന്ന് പറഞ്ഞൊരു ERP കമ്പനിയിൽ അവൾക്ക് ജോലി കിട്ടി. ഷീസ് നൗ സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ. 6 മാസം ആദ്യം അവർക്ക് പ്രൊഫഷൻ ആയിരുന്നു. ഇപ്പോൾ അവർക്ക് പെർമനന്റ് വിസ കൊടുത്തു. 2029 വരെ ജോബ് വിസ ആയിട്ട് ഞാൻ പറഞ്ഞു. വേറൊന്നും കൂടെ, കുട്ടികൾ വളർന്നു വരുമ്പോൾ മോളുടെ കാര്യം ഞാൻ പറയാൻ വന്നത്. അപ്പോൾ അവള് പറഞ്ഞോളൂ, എനിക്ക് ഈ കണക്ക് എന്താ പറയുക, എഞ്ചിനീയറിംഗ് വേണ്ട, മെഡിക്കൽ വേണ്ട. അവളൊരു കണക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ മോള് നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയുക പ്രൊട്ടക്റ്റീവ് ആയിട്ട് വളർത്തുക. അങ്ങനെ പ്രൊട്ടക്റ്റീവ് ആയിരുന്നില്ല. മോൾക്ക് നമുക്ക് എന്താ പറയുക, അങ്ങനെ പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ചെയ്യാനോ വാങ്ങാനോ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത് വരും. അപ്പോൾ ഈ മോൾക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ നെതർലാൻഡ്സിൽ കിട്ടിയപ്പോൾ നമ്മൾ പുറത്ത് ഇവർ ട്രൈ ചെയ്യാൻ കരുതി. കുറച്ച് ഓപ്പൺ ആയിട്ട് വൈഫ് എപ്പോഴും പറയും കുട്ടികളെ പഠിക്കാൻ നമ്മൾ പുറത്തേക്ക് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വിടാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഈ എന്താ പറയുക ലിബറൽ ആർട്സ് എന്ന കോഴ്സിന് നമ്മൾക്ക് അഡ്മിഷൻ കിട്ടിയത്. ദാറ്റ് ഇൻക്ലൂഡ്സ് ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ 3 വർഷത്തിൽ യു ക്യാൻ ചൂസ് എനി സബ്ജക്ട് ദാറ്റ് യു വോണ്ട് ടു സ്റ്റഡി. യു ക്യാൻ സ്റ്റഡി എനി സബ്ജക്ട്, ടേക്ക് ഇറ്റ് മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ് ഓർ കെമിസ്ട്രി ഓർ economics, whatever it is. അത് പഠിച്ചിട്ട് then finally you decide on 1 or 2 subjects where you want to master.
അപ്പോൾ അങ്ങനെയാണ് മോള് മാത്തമാറ്റിക്സും കമ്പ്യൂട്ടർ സയൻസും ഡേറ്റാ സയൻസും അതിനോട് പാസ്സായത്. അപ്പോൾ മോൾ ആദ്യമായിട്ട് ഒരു പുറത്തേക്ക് നമ്മളില്ലാതെ പോകുന്നത് നേരെ ആംസ്റ്റർഡാം വരെ. ഫസ്റ്റ് ടൈം എൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് അല്ലെങ്കിൽ അച്ഛനമ്മ ഇല്ലാതെ പുറത്ത് പോകുന്നത് അവൾ ഡയറക്റ്റായിട്ട് പുറം രാജ്യത്തേക്ക് പോയത്. അതും കോവിഡ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അൺലോക്ക് ആയിട്ട് സെപ്റ്റംബറാണ് മോള് പോയത്. അപ്പോൾ കോവിഡിന്റെ പീക്ക് ടൈമിൽ ആരും നമുക്ക് സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ബിക്കോസ് എവരിബഡി ഈസ് വറീഡ് അബൌട്ട് ദെയർ ഹെൽത്ത് ആൻഡ് അവൾ തന്നെ പോയി. അപ്പോൾ എന്താ പറയുക, എയർപോർട്ടിൽ പോയിട്ട് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, കണ്ണും പറയും. അവള് പറഞ്ഞിട്ട് പോയി. അപ്പം ആ ഒരു കോൺഫിഡൻസ് കുട്ടികൾക്ക് വരും. അത് ഞാൻ പറഞ്ഞത്, അവരെ കുറച്ച് ഫ്രീ ആയിട്ട് വിടുക, അവരുടെ ജീവിതം നോക്കാൻ അവരെ സ്വയം പ്രാപ്തരാക്കാം. ദാറ്റ് ഈസ് വാട്ട് ഐ വുഡ് സേ. എല്ലാവർക്കും നന്ദി, സന്തോഷം, കാണാൻ പറ്റിയത്. സന്തോഷം എന്താ പറയുക, ഞാൻ എന്താ പറയുക, കോളേജിലേക്ക് തന്നെ നമ്മുടെ ഡിഗ്രി കഴിഞ്ഞ് വിട്ട് ആദ്യമായിട്ട് ഞാൻ ക്യാമ്പസിലേക്ക് തിരിച്ചു വന്നത്. ഇതിൽ പല മുഖങ്ങളും ഞാൻ അതിന് ശേഷം ഇന്നാ കാണുന്നത്. അരുൺ ഇങ്ങനെ മനിയോ നിങ്ങളെ കാണുന്നതല്ലാതെ ആശാനത്തോടെ എനിക്ക് തോന്നുന്നു നമ്മൾ അനിത എല്ലാവരും ദാസിനെ കണ്ടിട്ടില്ല. ബാക്കി എല്ലാ മുഖങ്ങളും എനിക്ക് അതിനുശേഷം ഇന്നാ ഞാൻ കാണുന്നത്. സന്തോഷം കാണാൻ പറ്റിയതിൽ ലോങ് ടൈം. എല്ലാവർക്കും നമസ്കാരം. അദ്ദേഹം എന്നെ കുടുങ്ങി കളഞ്ഞു. എൻ്റെ പേര് അശോക്. നിങ്ങൾ കോളേജിൽ ഇവിടെ ഡിഗ്രിയിൽ ബാച്ചിൽ പഠിക്കുമ്പോൾ ഞാൻ LP കുര്യൻ്റെ നെയ്ബറായിരുന്നു. എൻ്റെ ഒരു സങ്കല്പ അല്ലെങ്കിൽ എൻ്റെ ചിന്ത അനുസരിച്ചിട്ട് ലോകത്തിലെ ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് ബന്ധം സുഹൃത്ത് ബന്ധമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റെന്ത് ബന്ധത്തിനേക്കാളും ഏറ്റവും തീവ്രമായതും തീക്ഷ്ണമായതും ആഴത്തിലുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ബന്ധം ഫ്രണ്ട്ഷിപ്പാണ്. അതിനപ്പുറം ഒന്നുമില്ലാന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഞാൻ 30 വർഷമായിട്ട് ഫോട്ടോഗ്രാഫി രംഗത്തുണ്ട്. അതിനിടയ്ക്ക് ഓരോ സ്ഥലത്ത് ഓരോ കാര്യങ്ങൾക്ക് ചെയ്യുമ്പോഴും ഇപ്പോൾ ഞാൻ 2000 വരെ സിനിമയിലുണ്ടായിരുന്നു. 2000 ശേഷം ഫിലിം ഫെസ്റ്റിവലിൽ, കോഴിക്കോട് ഫെസ്റ്റിവലിലാണ് അവസാനം ഒഫീഷ്യലി വർക്ക് ചെയ്തത്. അതല്ലാതെ സിനിമയുടെ കുറേ കാര്യങ്ങളിൽ ഞാൻ സപ്പോർട്ടീവായിട്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത് എനിക്ക് വന്നു 2007 സിമ്രാൻ മലയാളത്തിൽ അഭിനയിച്ച പടത്തിൽ. അപ്പം ഞാൻ എൻ്റെ വൈഫിൻ്റെ ഡെലിവറി ഡേറ്റ് അടുത്ത കാരണം ഞാൻ അത് ഉപേക്ഷിച്ചു. ഞാൻ പകരം എൻ്റെ ഒരു ഫ്രണ്ടിനെ ഗിരിശങ്കർ കാലിൻ്റെ ഫോട്ടോഗ്രാഫർ ആക്കി കൊടുത്തു. അദ്ദേഹം ഇപ്പോൾ ഫെഫ്കയുടെ വലിയ യൂണിയൻ നേതാവൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 30 വർഷക്കാലത്തിനിടയ്ക്ക് ഒരുപാട് ഫങ്ഷനിൽ അറ്റൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ഓരോ സ്ഥലത്ത് ചെയ്യുമ്പോൾ ഓരോ മൈൻഡ് സെറ്റാണ്. പക്ഷെ എനിക്ക് നിങ്ങളുടെ ഈ കൂട്ടായ്മയും ഇതെല്ലാം വരുമ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് കാരണം ഞാനിപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരായിട്ട് എനിക്ക് ബന്ധമുണ്ട്. കോളേജിൽ പഠിച്ച ബന്ധമുണ്ട്. ഒരു സുഹൃത്ത് US വർക്ക് ചെയ്യുന്ന സുഹൃത്ത് അടുത്തിടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പെരുമ്പാവൂർ താമസിക്കുമ്പോൾ ഒരു ട്രാഫിക് പോലീസുകാരൻ എന്നെ നോക്കി ചിരിക്കുന്നു ഞാൻ സ്കൂട്ടറിൽ പോയപ്പോൾ. അന്ന് ഹെൽമെറ്റൊന്നും നിർബന്ധമില്ലേ. അപ്പോൾ എനിക്ക് സംശയം, ഇതാരാ എന്നെ പരിചയമില്ലാത്തവരോട് നോക്കി ചിരിക്കുന്നു. ഞാൻ തിരിച്ചു വന്നു. അടുത്ത് ചെന്നപ്പോൾ ചോദിച്ചപ്പോൾ എൻ്റെ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ അടുത്തിരുന്ന് പഠിച്ച എൻ്റെ കൂട്ടുകാരൻ വർഷങ്ങൾക്ക് ശേഷം എന്നെ തിരിച്ചറിഞ്ഞു. അപ്പോൾ അതാണ് ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ നമ്മൾ ആ കൂട്ടുകാർ എന്നുള്ളത് നമ്മുടെ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും പോലും. ബന്ധുക്കളും പലരും നമുക്ക് ഒരു പക്ഷേ നമ്മളിൽ നിന്ന് പല ഈഗോയും കൊണ്ടൊക്കെ നഷ്ടപ്പെട്ടേക്കും. പക്ഷേ ഫ്രണ്ട്സ്, ഗുഡ് ഫ്രണ്ട്സ്, നല്ല ഫ്രണ്ട്സ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മരണം വരെ പോകില്ല. നിങ്ങളുടെ ഈ കൂട്ടായ്മ നിങ്ങൾ എന്നും കാത്തു സൂക്ഷിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കെമിസ്ട്രിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള എൻ്റെ എല്ലാ മംഗളാശംസകളും. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഇത്രയും സമയം വരെ ഞാനൊരു വല്ലാത്തൊരു ഫീലിലാണ് ഇവിടെ ഇരിക്കുന്നത് ഓരോരുത്തർ. അപ്പോൾ എനിക്കിനി അത് കുറച്ച് നേരത്തേക്കല്ല, കുറച്ച് ദിവസത്തേക്കല്ല, കുറേ നാളുകൾക്ക് അത്രയേറെ ഫ്രണ്ട്ഷിപ്പിന് ഒരു പ്രാമുഖ്യം കൽപ്പിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഫീല്. ഇദ്ദേഹം എന്നെ യാദൃശ്യമായിട്ടാണ് വിളിച്ചത്. എന്നോട് ചോദിച്ചു 2 പേർക്ക് സംസാരിക്കാമെന്ന്. ഞാൻ സന്തോഷവും സ്വീകരിച്ചു. അപ്പോൾ എല്ലാവരോടും ഇതിൽ സംഘടിക്കാൻ പറ്റിയവരോടും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് നോക്കും, എന്നെ കാണാം. ഗൂഗിളിൽ ചക്ക കൊട്ടെന്ന് സെർച്ച് ചെയ്താൽ ചക്കയുടെ ട്രേഡിങ് മുതൽ പ്രൊഡക്ഷൻ കമ്പനി മുതൽ, അപ്പോൾ ചക്ക അശോക് എന്നാണ് എന്നെ വിളിക്കണം. അശോക് ഓരോ വാക്കുകളും ശ്രദ്ധിച്ച്, നമ്മൾ ഫോട്ടോഗ്രാഫറെ പോലെ അല്ല ഇവിടെ ഇരുന്നത്. ഓരോ വാക്കുകളും അദ്ദേഹം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് മാത്രമാണ് അങ്ങനെ വിളിച്ചത്. മിസ്റ്റർ രാജേഷ്, ഹലോ കൂട്ടുകാരെ. നിങ്ങൾ രാജേഷ് എന്ന് വിളിച്ചാലും ടീച്ചു എന്ന് വിളിച്ചാലും ഞാൻ വിളിയായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ വിളിച്ചാലും എന്തായാലും ഞാൻ വിളിക്കും.
രാജേഷ് ബി, കോടനാട് രാജേഷ് എന്നും പലരും എന്നെ തിരിച്ചറിയാൻ വിളിക്കാറുണ്ട്. കാരണം നമ്മുടെ ഗ്രൂപ്പിൽ 2 രാജേഷുണ്ട്. താമസം ഇപ്പോൾ മാണിക്യമംഗലത്താണ്, കാലടി മാണിക്യമംഗലം. നമ്മുടെ വിനോദ് എൻ്റെ അയൽവക്കക്കാരനാണെന്ന് ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. പിന്നെ ഭാര്യ ഒരു ലാബ് ടെക്നീഷ്യനാണ്, കാലടി തന്നെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 2 കുട്ടികളുണ്ട്. മൂത്തൊരു ആൺകുട്ടി, ആളിപ്പോൾ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ്റെ സമയമായി. രണ്ടാമത്തെ ഒരു ചെറിയ പെൺകുട്ടിയാണ്, 4ാം ക്ലാസ്സിലായിട്ടുള്ളൂ. ഞാൻ എറണാകുളത്ത് ഒരു കെമിക്കൽ മാർക്കറ്റിംഗ് ഫേം നടത്തുന്നുണ്ട്. പിന്നെ ഇൻസിഡൻ്റലി പലർക്കും അറിയാമെന്നറിയില്ല, മണി കുറച്ച് നാൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു, ഒരു 2-3 വർഷത്തോളം സ്റ്റാഫായിട്ട്. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ. അത് മണി തന്നെ പറയട്ടെ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ വളരെ സന്തോഷം. പിന്നെ ഈ കൂട്ടായ്മ നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ പണ്ട് ബികോമിന് നടത്തിയ ഒരു സോഷ്യലാണ്. അത് എത്ര പേർക്ക് അത് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. നമ്മുടെ മണി വളരെ കളർഫുള്ളാക്കിയ ഒരു സോഷ്യൽ, അത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനത്തെ ഓർമ്മകളാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലാസ്സിൽ ബികോമിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ജീവിത പ്രശ്നങ്ങൾ കൊണ്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സാമ്പത്തിക നിലയിൽ നിന്ന് താന്ന് വളരെ കഷ്ടപ്പെട്ട് എനിക്ക് പഠിക്കാനുള്ള 2 രൂപ പോലും സമ്പാദിക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ ബികോം പഠിക്കുന്നത്. അതിന് ചെറിയ കാരണങ്ങളുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ആകെ 75 മാർക്ക് ഉണ്ടായിരുന്നു. സെക്കൻഡ് ടേം പരീക്ഷയ്ക്ക് ടോട്ടൽ 75. അപ്പോൾ ഞങ്ങൾ സാധാരണക്കാരനായതുകൊണ്ട് എൻ്റെ അപ്പച്ചൻ അവിടെ പള്ളിയുണ്ട്, പള്ളിയുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് മകൻ പഠിക്കുകയല്ല, ഇതാണ് പരിപാടി എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് പള്ളിയിൽ അച്ഛൻ മാറിയവരാണ്. അപ്പം ഞാൻ ഇത് ഒരു ഹിന്റ് തരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് പറയാനുള്ള ഒരു ചെറിയ ഹിന്റ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്. അപ്പം ഞാൻ അച്ഛൻ പറഞ്ഞു, ഇപ്പം അച്ഛനെങ്ങനെ പറഞ്ഞു, ഒരു സൈക്കിള് ഇവന് മേടിച്ചു കൊടുക്കുക, 10ാം ക്ലാസ് സെക്കൻഡ് ക്ലാസ് കൂടി പാസ്സാവാണെന്ന്. അപ്പൊ എനിക്ക് വിശ്വാസമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ മേടിച്ചു തരാണെങ്കിൽ ഞാൻ പഠിക്കാമെന്ന് പറയും. അങ്ങനെ അച്ഛൻ പറഞ്ഞു ഞാൻ മേടിച്ചു തരാം. അപ്പച്ചന് വിശ്വാസമില്ല, കാരണം സാമ്പത്തികം ഇല്ലാന്നറിയാം, അതുകൊണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ മേടിച്ചു തരാം. അങ്ങനെ വാശിയോട് പഠിച്ചു. ആ ആള് സെക്കൻഡ് ക്ലാസ് കൂടി പാസ്സാവാണ്. അത് അപ്പോൾ ഹെഡ് മാസ്റ്റർ 10ാം ക്ലാസ്സിൽ എന്ന് പറയുന്നത് ഞാൻ 2ാമത്തെ ബെഞ്ചിൽ 2ാമതേ ഇരിക്കുക. ഏറ്റവും ആദ്യം തന്നെ ഹെഡ് മാസ്റ്ററിന്റെ ക്ലാസ്സാണ്. എന്നെ കാണുന്നതേ വടിയെടുത്തിട്ട് വരും, ആദ്യം 2 തരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുകയല്ല, അങ്ങനത്തെ രീതി. അപ്പൊ സെക്കൻഡ് ക്ലാസ്സിൽ പാസ്സായി കഴിഞ്ഞപ്പോൾ സാറിന് വിശ്വാസം, ഹെഡ് മാസ്റ്ററിന് വിശ്വാസമില്ല. ഇതേ അങ്ങനെ സെക്കൻഡ് ക്ലാസ്സിൽ ഇത് പാസ്സായി. എൻ്റെ SLC മേടിച്ചിട്ട് പോയി, എന്താ മാജിക്ക് നടന്നതെന്ന് പറയാൻ വേണ്ടി. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ നടന്നു. അപ്പൊ ഈ സാറ് റിട്ടയർഡ് ആയിട്ട് ഞാൻ ഒരു ദിവസം UK വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് കാണാണ്. അന്ന് സാറ് പറയണം, എൻ്റെ അധ്യയന വർഷത്തിൽ 35 വർഷത്തെ സർവീസിൽ നീ എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. എല്ലാ കുട്ടികൾക്കും കഴിവുണ്ട്. ആ കഴിവിനെ തൊട്ടു നടത്താനായിട്ട് ചിലപ്പോൾ കാരണന്മാർക്ക് പറ്റുമായിരിക്കാം, ഒരു സാറിന് പറ്റുമായിരിക്കാം, ഒരു ഫ്രണ്ടിന് പറ്റുമായിരിക്കാം. അത് ആര് തൊട്ടു നടത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഒരു കാരണവശാലും കഴിവില്ലാത്തവനാണ് അങ്ങനെ പറയരുത്. ഏറ്റവും മോശമാണ് പഠിക്കാൻ ഞാൻ മോശം. ഇന്ന് ഡിഗ്രികളുടെ ഒരു ഘോഷയാത്രയുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അന്ന് ആ അച്ഛൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് അവിടെ നിന്ന് ഒരു ടേണിംഗ് പോയിന്റ് കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് പഠിച്ചു പോന്നു. ഇവിടെ ബികോമിൽ വന്നു. ഇവിടെ ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ മോശമായിരുന്നു. ഞങ്ങളുടെ സൈക്കിളിലാണ് വന്നുകൊണ്ടിരുന്നത്, ബികോമിന് വന്നുകൊണ്ടിരുന്നത്, നിങ്ങൾക്കറിയാം. പക്ഷേ കോളേജ് ആക്ടിവിറ്റീസിലൊന്നും ഞാൻ കാര്യമായിട്ട് ഇടപെട്ടിട്ടില്ല. കാരണം ഒരു 5:30 ആകുമ്പോൾ എഴുന്നേക്കും. ചെറിയ ഇൻഷുറൻസ് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചു. ബികോം കഴിയുന്നു, ഹാർഡ് വർക്ക് ചെയ്തു. MCOM കഴിഞ്ഞു. അന്ന് SD കോളേജ് ശൃംഗശാലയിലാണ് പഠിച്ചത്. അവിടെ നിന്ന് കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ സെലക്ഷൻ കിട്ടി. അവിടെ നിന്ന് സെക്കൻഡ് റാങ്ക് കൂടി പാസ്സാവണം. പിന്നെ ജീവിതം അങ്ങോട്ട് പോകണം, നേരെ മുകളിലേക്ക് പോകണം. കാരണം പിന്നെ നോക്കിയാൽ UK വർക്ക് ചെയ്തു കുറേ നാൾ. അവർ തന്നെ അമേരിക്കയിൽ പോസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇതൊക്കെ പറഞ്ഞു. ഇപ്പം സാമ്പത്തികമായ രീതിയിലായാലും എനിക്ക് കുഴപ്പമില്ല, നല്ല രീതിയിലേക്ക് എത്തി. എൻ്റെ മക്കളായാലും ഞാൻ വേറൊരു പോയിന്റ് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കുട്ടി ഞങ്ങൾ അമേരിക്കയിലായിരുന്ന സമയത്ത് പിള്ളേരൊക്കെ അവിടെ ജനിച്ചു വളർന്നു. അപ്പം നിങ്ങൾക്കറിയാം, ഒരു ടെൻഷനുണ്ട്. നമ്മൾ പിള്ളേർ അവിടെ ജനിച്ചു വളരുമ്പോൾ അവരവിടെ കൾച്ചറിലേക്ക് വളരുമ്പോൾ നമുക്ക് അവരെ കിട്ടൂല. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഉണ്ടായൊരു ഫീലിംഗ് എന്ന് പറയുന്നത്, എനിക്ക് ഇങ്ങനെയൊക്കെ മനുഷ്യരോട് ഇടപെടാനും സ്നേഹിക്കാനും കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് സാധിക്കുന്നു. പക്ഷെ എൻ്റെ മക്കൾക്ക് അത് കിട്ടില്ല എന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നു. അങ്ങനെ 5th ഗ്രേഡിൽ വന്നു കഴിയുമ്പോൾ 3 പേരെ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അവരെ നാട്ടിൽ പഠിപ്പിച്ചു.
കോവിഡ് കാലത്ത് മൂത്ത കുട്ടിയുടെ +2 കഴിയുന്ന സമയത്ത് ഞാൻ ജയശങ്കർ സാറായിട്ട് എപ്പോഴും കോണ്ടാക്ട് അയാളായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാകും, സാറിൻ്റെ സ്ഥലങ്ങൾ മേടിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ സാറ് എപ്പോഴും എന്നെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് എന്നോട് പറഞ്ഞു, ഒരു ദിവസം പറഞ്ഞു, നീ കൊച്ചിനെ എൻ്റെ സാറാണ് അവിടുത്തെ CEO ആദിശങ്കരാണ്, കൊച്ചിനെ എൻ്റെ അടുത്തേക്ക് വിടാമോ, ഫീസൊന്നും അടയ്ക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൊച്ചിനോട് ചോദിച്ചു, നിനക്ക് അപ്പോൾ അവന് അമേരിക്കയിൽ ഓൾറെഡി അഡ്മിഷൻ കിട്ടിയിരിക്കുക. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് ഇവിടെ പഠിക്കാൻ പറ്റുമോ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പ പഠിച്ച കോളേജാണ് എന്ന് പറയുന്നത്. പപ്പ ഞാൻ നോക്കട്ടെ പപ്പ. അപ്പം അവൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചത്, പപ്പ ഇവിടെ പഠിച്ചിട്ട് ഇത്രയൊക്കെ ഡിഗ്രികൾ മേടിച്ച് ഇത്രയും പൊസിഷനിലെത്തിയില്ലേ, ഞാൻ ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവനിവിടെ ജോയിൻ ചെയ്തു, കോളേജ് ടോപ്പറായിട്ട് പാസ് ഔട്ടായി. അവനിപ്പോൾ അമേരിക്കയിലേക്ക് അടുത്ത ഇതന്നെ പോയി. ഇത് എനിക്ക് വേണ്ടി വെച്ചാൽ എൻ്റെ ബാക്ക് ബോണാണ് ഈ BCom എന്ന് പറഞ്ഞ ഡിഗ്രി കോഴ്സ്. ഇവിടെ നിന്നാണ് ഞാൻ പടുത്തുയർത്തിയതെല്ലാം, എൻ്റെ കരിയർ തുടങ്ങി, സാമ്പത്തിക മേഖല തുടങ്ങി എല്ലാം. അപ്പോൾ ഈ BCom എന്ന് പറയുന്ന ഈ ബാച്ചിനെ എനിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിവിടെ മാക്സിമം പരിപാടിക്ക് ഞാനിവിടെ എത്താറുണ്ട്. കാശയുടെ എല്ലാ പരിപാടികൾക്കും ഞാൻ എത്തിയിട്ടുണ്ട്, എല്ലാ പരിപാടിക്കും. പിന്നെ കഴിഞ്ഞ മീറ്റിങ്ങിന് എനിക്ക് എത്താൻ പറ്റില്ല, പക്ഷെ എനിക്ക് കൃത്യമായിട്ട് എൻ്റെ ഫോൺ നമ്പർ ആർക്കും അറിയില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് എനിക്ക് എത്താൻ പറ്റില്ല. പക്ഷെ ഇനിയുള്ള മിക്കവാറും മീറ്റിങ്ങുകളിലും എല്ലാത്തിലും ഞാൻ പങ്കെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമൊന്നുമില്ല. 3 പിള്ളേരാണ്, ബാക്കി 2 പേര് പ്ലസ് ടുവിന് പഠിക്കുന്നു. എൻ്റെ പേര് അനി. ഞാൻ നമ്മളുടെ ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ സൗദിക്ക് പോയി. അന്നത്തെ ഗൾഫായിരുന്നു സ്വപ്നം. എന്നെ ബാങ്കിൽ കയറ്റാൻ വേണ്ടിയാണ് BCom പഠിപ്പിച്ചത് വീട്ടുകാർ. പക്ഷെ നമുക്കൊരു സ്വപ്നമായിരുന്നു. അപ്പൊ ആദ്യം കിട്ടിയത് സൗദി. എന്ന് അങ്ങോട്ട് കയറി അവിടെ പോയി ഒരു 10 വർഷം സൗദിയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിലൊന്നും വന്നു. 8 വർഷം ദുബായിൽ പോയി. 18 വർഷം അങ്ങനെ വെളിയിലായിരുന്നു. പിന്നെ തിരിച്ചിപ്പോൾ 13 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഇനി പോകുമ്പോൾ ഇവിടെ രക്ഷയില്ല. അപ്പോൾ കോവിഡ് എനിക്ക് ട്രാവൽസ് ആണ്, ഇപ്പോഴും ബുക്കിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വണ്ടികളൊക്കെ ഞാൻ പതുക്കെ കൊടുത്തു. കോവിഡ് കഴിഞ്ഞപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് ഞാൻ പതുക്കെ ബിസിനസ്, ഇപ്പം എൻ്റെ വണ്ടികളില്ല പക്ഷേ ബുക്കിങ്സ് ഉണ്ട്, ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടി രക്ഷപ്പെടാൻ പറ്റുമെന്ന് നോക്കാമെന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, ഗൾഫിലേക്കല്ല എങ്കിലും. അപ്പം അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ ഫ്രീ ആണ്. എൻ്റെ ഫാമിലി, എനിക്ക് 2 പേരാണ്. മോള് BSc നഴ്സിംഗ് ഫൈനൽ ഇയർ പഠിക്കുന്നു. മോളും പഠിത്തം കഴിഞ്ഞാൽ പോകും. പിന്നെ മോൻ 7ലാണ് പഠിക്കുന്നത്. 2 മക്കളാണ്. വൈഫ് ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫ്. അത് തന്നെയാണ് ജോലി. ഏവർക്കും നമസ്കാരം. വാം ഗുഡ് ഈവനിങ്. എൻ്റെ പേര് KVS മണി. സ്വദേശം കൂവപ്പടിയാണ്. ട്രാവൻകൂർ അയോൺസ് ലിമിറ്റഡിലായിരുന്നു ആദ്യം ജോലി. ശങ്കര കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 പേരാണ് ജോലി കിട്ടിപ്പോയത് 93. ഒന്ന് ഞാൻ, 2 ലക്ഷ്മി. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ജോലിയിൽ പ്രവേശിച്ചവരാണ് നമ്മുടെ ബാച്ചിൽ നിന്ന്. ഞാൻ റയോൺസിലാണ് ജോയിൻ ചെയ്തത്. 2001 റയോൺസിൽ ചില ലേ ഓഫ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ഇവിടെ നിന്ന് ദുബായിക്ക് മൂവ് ചെയ്തു. ദുബായിൽ വെച്ചിട്ട് വൃന്ദേനെ അമ്പലത്തിൽ വെച്ചിട്ട് കണ്ട് അവിടെ നിന്നാണ് ഗെറ്റ് ടുഗദറിൻ്റെ തുടക്കം. ഹിസ്റ്ററി ഓഫ് ഗെറ്റ് ടുഗദർ ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ കണ്ട ലാസ്റ്റ് ഗെറ്റ് ടുഗദർ ആശാസനത്തിൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഞാൻ ഇപ്പോൾ കൃഷി രംഗത്താണ് ഞാൻ ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. APJ അബ്ദുൽ കലാം സാറിൻ്റെ സ്പീച്ച് കേൾക്കാനിടയായി അതേ തുടർന്ന് പച്ചമുളക് കാന്താരി കൃഷിയിൽ കേരളത്തിൽ തന്നെ ഒരു ചെറിയൊരു കാലയളവിൽ ഏതാണ്ടൊരു ആദ്യത്തെ 10 പേരുടെ പേരെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എൻ്റെ പേര് വന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത ഞാൻ എന്നെ ഇതിൽ പങ്കുവയ്ക്കുന്നു. അതേമാതിരി യൂട്യൂബ് വീഡിയോസ്, എൻ്റെ കൃഷിയിടങ്ങൾ 33 യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവർ വന്ന് കാണാനിടയാവുകയും കേരളത്തിൽ ഫാർമേഴ്സിൽ 1 to 10 എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏതോ ഒരു സ്ഥാനത്ത് ഞാൻ വരുന്നു എന്ന് അവരൊക്കെ എന്നെ വിളിച്ച് പറയുകയുണ്ടായി. യൂട്യൂബിൽ ഏതാണ്ട് ഒരു 15 ലക്ഷത്തോളം വ്യൂസ്
ഇപ്പം ക്രോസ് ചെയ്ത് കഴിഞ്ഞു. 33 വീഡിയോ യൂട്യൂബിലുണ്ട്. ചുമ്മാ KVS മണി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 18ഓളം വീഡിയോസ് കാണാൻ സാധിക്കും. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ അവൻ്റെ ലൈക്കും കമൻറ്റും ഇട്ടാലേ അതിനകത്ത് കിട്ടുള്ളൂ. പച്ചമുളക് കാന്താരി കൃഷിയാണ് മെയിനായിട്ട് അതിനകത്ത് വന്നിരിക്കുന്നത്. ഏലം ഇടുക്കി മേഖലയിലെ ഏലം കർഷകർക്കൊക്കെ ഒത്തിരി റിസൾട്ട് കിട്ടിയ ഒരു വളക്കൂട്ട്, മോരിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ, ഞങ്ങളുടെ തറവാട്ടിൽ നിന്നുണ്ടാക്കിയ ഒരു വളക്കൂട്ട് നന്നായിട്ട് എല്ലാ കർഷകരും അവരവരുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് അവരവരുടെ ചെടികൾക്ക് ഒഴിച്ച് റിസൾട്ടുകൾ കിട്ടുന്നു എന്നുള്ള കാര്യം കൂടി സന്തോഷപൂർവ്വം പറയട്ടെ. നല്ല രീതിയിൽ പോകുന്നു. അഗ്രികൾച്ചർ ട്രെയിനിങ് രംഗത്ത് നിലയുറപ്പിക്കുകയാണ്. ഒരു പിടി മണ്ണുണ്ടാകാൻ 250, 500, 750, 1000 വർഷങ്ങൾ വേണം എന്നുള്ള എൻ്റെ വീഡിയോ ഇപ്പോൾ കേരളത്തിൽ മൊത്തം യൂട്യൂബിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ആർക്കെങ്കിലുമൊക്കെ എന്നെ എവിടെയെങ്കിലും കാണണമെങ്കിൽ യൂട്യൂബിൽ ചുമ്മാ KVS മണി എന്ന് അടിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ കാണാം, എൻ്റെ വോയിസ് കേൾക്കാം. എൻ്റെ കണ്ടുപിടുത്തങ്ങൾ ചെറിയ റിസർച്ച് പോലെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് അറിയാം ഇന്ന് കേരളത്തിൽ ലീഡിങ് ഏത് വളക്കമ്പനികൾ എവിടെ വളം ഇറക്കിയാലും അതിൻ്റെ ഒരു കോളം എനിക്ക് വന്നിരിക്കും എന്നുകൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് പറയുകയാണ്. ഒപ്പം തന്നെ ഞങ്ങളുടെ വിപണി എറണാകുളം ബേസ്ഡാണ്. ഞങ്ങൾ തന്നെ നടത്തുന്ന ഒരു മാർക്കറ്റാണ്. 33 കർഷകർ ചേർന്ന് നടത്തുന്നതാണ്. എൻ്റെ ഐറ്റം എല്ലാം ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ബുക്ക്ഡ് ആണ് എന്നുള്ള സന്തോഷ വാർത്ത കൂടി ഞാൻ ഈ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്നു. എൻ്റെ ആ പ്രൊഡക്റ്റ് ടേസ്റ്റ് ചെയ്തവരാരും എന്നെ ഇതുവരെ വിട്ടുപോയിട്ടില്ല. അവരെൻ്റെ ബയേഴ്സായിട്ട് വന്നേക്കാണ്. ഒരുവിധം അഗ്രികൾച്ചർ മേഖലയിലെ എല്ലാം എൻ്റെ ഞാൻ ട്രെയിനിങ് രംഗത്തോട്ട് ചുവട് വെക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലെല്ലാം 21 വയസ്സ് കഴിയുമ്പോൾ ആ കുട്ടികളെ സ്വയം പര്യാപ്തത ആവുന്ന ഒരു സിറ്റുവേഷനാണ്. ഇവിടെ അതല്ല. ഇവിടെ 26, 27 വയസ്സ് വരെ അച്ഛൻ്റെ അമ്മയുടെ കഴുത്തിൽ തൂങ്ങുന്ന കുട്ടികളാണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എൻ്റെ ക്ലാസ്സിൽ ഞാൻ വ്യക്തമാക്കുന്നുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ അഗ്രികൾച്ചർ സെമിനാറിലേക്കാണ് ഞാൻ ഇനി ഫോക്കസ് ചെയ്യുന്നത്. സെന്റ് തെരേസാസ് കോളേജ് ഹോസ്റ്റ് ചെയ്ത എറണാകുളം ടൗൺ ഹാളിൽ 1000 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു ട്രെയിനിങ്ങിൽ 25 മിനിറ്റോളം എനിക്ക് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടി എന്നുള്ള സന്തോഷ വാർത്ത കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ BCom കഴിഞ്ഞിട്ട്